മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഈ ലോകവാസം തീർന്നിടുവാൻ കാലമായല്ലോ, എന്റെ മേലോകവാസം അടുത്തി പ്രേമകാന്തനെ. ഈ ലോകവാസം തീർന്നിടുവാൻ കാലമായല്ലോ, എന്റെ മേലോകവാസം അടുത്തി പ്രേമകാന്തനെ. വേഗം ചേർന്നിടും വിശുദ്ധരോടു ഞാൻ, വേഗം ചേർന്നിടും വിശുദ്ധരോടു ഞാൻ. ഈ ലോകവാസം തീർന്നിടുവാൻ കാലമായല്ലോ, എന്റെ മേലോകവാസം അടുത്തി പ്രേമകാന്തനെ. ഈ ലോകവാസം തീർന്നിടുവാൻ കാലമായല്ലോ, എന്റെ മേലോകവാസം അടുത്തി പ്രേമകാന്തനെ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. നിങ്ങൾ കേൾക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. മലാക്കി പ്രവാചക പുസ്തകത്തിൽ നിന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു. ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചു. ഈ ജനം നിന്ദിതരും നീചരുമായി തീരുവാൻ കാരണം പക്ഷപാതം കാണിച്ചു എന്നുള്ളതാണ്. പക്ഷഭേദം കാണിച്ചത് ദൈവസന്നിധിയിൽ യോഗ്യമല്ല എന്നുള്ളതുകൊണ്ട് ദൈവം ആ ജനത്തെ നിന്ദിതന്മാരാക്കി നീചന്മാരാക്കി ഗണിച്ചിരിക്കുന്നു. ദൈവം അങ്ങനെ ചിന്തിച്ചിരിക്കുന്നു. ദൈവം ആ നിലകളിൽ അവരെ നിന്ദിതരും നീചന്മാരുമാക്കി പരിഗണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ നിലകളിൽ അവരെ താഴ്ത്തിയിരിക്കുന്നു. എന്താ ഈ താഴ്ചയ്ക്ക് കാരണം? ദൈവം ഇങ്ങനെ ചിന്തിക്കാൻ കാരണം, ദൈവം എന്തുകൊണ്ടാണ് അവരെ വെറുപ്പോടെ കാണുന്നത്, അല്ലെങ്കിൽ അവരെ ഈ നിലകളിൽ നീചന്മാരെന്ന് എണ്ണുവാൻ ഇടയായത്? അതിനൊരു കാരണം എന്നവിടെ പറയുന്നത് ന്യായപാലനം ശരിയായ രീതിയിൽ ചെയ്തില്ല എന്നുള്ളതാണ്. ന്യായമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യത്തിൽ പക്ഷഭേദം കാണിച്ചത് ദൈവം ഒരിക്കലും ക്ഷമിക്കുന്ന ഒരു കാര്യമല്ല. ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം 7-ാമത്തെ വാക്യം വളരെ വിലപ്പെട്ടൊരു വാക്യമാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഞാനത് വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ. ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ, സൂക്ഷിച്ച് പ്രവർത്തിച്ചു കൊള്ളുവിൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. ഇവിടെ ദൈവം നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എന്താണെന്നറിയാവൂ? യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ എന്നാണ്. യഹോവ ഭയം. ഇപ്പം ദൈവഭയം മനുഷ്യരിലുണ്ടാകണം. ഇസ്രായേലിനോട് പറയുന്നത് നിങ്ങളിൽ ഇരിക്കണം. എന്താ ഇരിക്കേണ്ടത്? ദൈവഭയം, ദൈവത്തോടുള്ള ഭയം, ഭക്തി അല്ലെങ്കിൽ ബഹുമാനം, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം, ദൈവത്തെ അനുസരിക്കാനുള്ള ആ ഒരു മനോഭാവം, ദൈവഭയം, അത് സകല ജനത്തിൻ്റെ മേലും ഉണ്ടാകണം. ഇന്ന് സകല വിശ്വാസികളിലും അത് കാണേണ്ടുന്നത് അത്യാവശ്യമാണ്. എന്താ കാണേണ്ടുന്നത്? ദൈവഭയം. ദൈവഭയം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യർ പല അന്യായങ്ങളും ചെയ്യാനായിട്ട് ഇടയാകുന്നത്. ഇവിടെ ആദ്യം തന്നെ പറയുകയാണ് ദൈവഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. 2ാമത് പറയുകയാണ് സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊള്ളുവിൻ. അപ്പോൾ പ്രവൃത്തി വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ്. സൂക്ഷിച്ച് പ്രവർത്തിച്ചു കൊള്ളുവിൻ. അപ്പോൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. പിന്നെയോ
ചെയ്യുന്ന പ്രവൃത്തി വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം. എന്ത് സൂക്ഷ്മത? ദൈവഭയത്തിൽ സൂക്ഷ്മതയോടെ പ്രവൃത്തികൾ ചെയ്യണം എന്നാണ്. അപ്പോൾ എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ ദൈവഭയത്തിൽ സൂക്ഷ്മതയോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ ഭയത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്? അത് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതുമില്ല. നിങ്ങളുടെ ദൈവം എന്നല്ല പറഞ്ഞ്, പിന്നെയോ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തി, ലേഖനകർത്താവ് തന്നെ കൂടി അതിലേക്ക് ചേർത്ത് നിർത്തിയിട്ടാണ് പറയുന്നത്, നമ്മുടെ ദൈവം നിങ്ങളെ ന്യായം വിധിക്കുമെന്നല്ല, നമ്മളെ ന്യായം വിധിക്കും. ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവം. എങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ കാര്യം പറയുന്നത്? നമ്മുടെ ദൈവം യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതുമില്ലല്ലോ. ദൈവത്തിനില്ലാത്ത കാര്യം. അന്യായമില്ല, മുഖപക്ഷമില്ല, കൈക്കൂലി വാങ്ങുന്നില്ല. നാം മലാഖിയിൽ ചിന്തിച്ച ഈ വാക്യത്തോട് ചേർത്താണ് ഞാൻ ആ വാക്യം ചിന്തിക്കാനായിട്ട് ഇടയായത്. ഇവിടെ ജനത്തെ നിന്ദിതരും നീചരും ആക്കിയതിൻ്റെ കാരണം അവർ ദൈവഭയം നഷ്ടപ്പെട്ടവരായി തീർന്നു. 2, അവരുടെ പ്രവൃത്തികൾ സൂക്ഷ്മതയോടെ അല്ല, സൂക്ഷിച്ചല്ല. അപ്പോൾ ദൈവഭയം നഷ്ടപ്പെട്ടാൽ പിന്നെ ആരും ഒന്നും ശ്രദ്ധിക്കത്തില്ല. ദൈവത്തെ ഭയമില്ലെങ്കിൽ എന്തും ചെയ്യും. അങ്ങനെ എന്തും ചെയ്യുന്ന ആളുകളാണ് പക്ഷഭേദം കാണിക്കുന്നത്. ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചും ഇസ്രായേലിലെ പുരോഹിതന്മാരെ സംബന്ധിച്ചും അവരുടെ ന്യായഭേദത്തിൽ പക്ഷഭേദമുണ്ടായിരുന്നു. അവർ ചെയ്തത് ശരിയല്ലായിരുന്നു. കാരണം അവരിൽ ദൈവഭയം നഷ്ടപ്പെട്ടു. അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു, അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് മുഖപക്ഷമില്ല, കൈക്കൂലി വാങ്ങുന്നില്ല, അന്യായമില്ല. ഇപ്പം ദൈവത്തിൻ്റെ പക്കൽ അന്യായമില്ല, കൈക്കൂലി വാങ്ങുന്നില്ല, മുഖപക്ഷവുമില്ല. അപ്പം ഇതില്ലാത്ത ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മൾ, അല്ലെങ്കിൽ ശുശ്രൂഷക്കാരാകുന്ന നമ്മൾ ആ ഭയത്തിലും ഭക്തിയിലും വേണമായിരുന്നു ജീവിക്കാൻ. അതാണ് ഇവിടെ മലാഖിയിൽ എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇല്ലാതെ വന്നതുകൊണ്ട് അവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളെ നിന്ദിതരും നീചന്മാരും ആക്കിയിരിക്കുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ പ്രവൃത്തികൾ കൊണ്ട് തന്നെ അവർ നിന്ദിതരും നീചന്മാരും ആയിത്തീർന്നിരിക്കുകയാണ്. പുതിയ നിയമത്തിലൊരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം. ഇവിടെ യഹൂദന്മാർ പൗലോസിനെ പിടിച്ചിരിക്കുകയാണ്. പൗലോസിനെ ന്യായം വിധിക്കേണ്ടതിനായിട്ട് മഹാപുരോഹിതന്മാരുടെയും ന്യായാധിപ സംഘത്തിൻ്റെയും മുമ്പിൽ നിർത്തിയിരിക്കുന്നു. അപ്പോൾ പൗലോസിന് തൻ്റെ കാര്യം പറയാൻ അവസരമുണ്ട്. പൗലോസ് പറയുകയാണ് 23-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു. പൗലോസ് ഒരു വാക്കാണ് പറയുന്നത്, ഞാൻ ഇന്ന് വരെ കേവലം നല്ല മനസാക്ഷിയോടെ നിങ്ങളുടെ മുമ്പാകെ നടന്നു എന്നല്ല, പിന്നെയോ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് എന്താ പറയുന്നതറിയോ? എന്താ പറയുന്നേ? അരികെ നിൽക്കുന്നവരോട് അവൻ്റെ വായിക്ക് അടിക്കുക എന്ന് കൽപ്പിക്കുക. ആരുടെ വായിക്ക്? പൗലോസിൻ്റെ. പൗലോസ് എന്താ പറഞ്ഞത്? ഞാൻ നല്ല മനസാക്ഷിയോടും നല്ല മനസാക്ഷിയോടും കൂടെ, കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു. അത്രേ പറഞ്ഞോളൂ. പക്ഷേ ഇദ്ദേഹം പറയുകയാണ് അവൻ്റെ വായിക്കടിക്കണം. ആരാ പറയുന്നത്? മഹാപുരോഹിതനായ അനന്യാസ്. നോക്കണേ, നേരായ വിധത്തിൽ ന്യായം വിധിക്കാനിരിക്കുന്ന മനുഷ്യൻ ഒരു നല്ല മനുഷ്യനെ വായിക്കടിക്കാൻ പറയാം. പൗലോസ് അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? പൗലോസ് പറയുന്നു, വെള്ള തേച്ച ചുവരെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ വെള്ള തേച്ച ചുവര. കർത്താവും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറയെന്ന്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ വെള്ള തേച്ച ചുവരുകളാണ്. എന്നിട്ട് പറയുകയാണ്, നീ ന്യായപ്രമാണപ്രകാരം എന്നെ വിസ്തരിപ്പാനിരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണപ്രകാരം എന്നെ വിസ്തരിക്കാനിരിക്കുന്നു, പക്ഷേ ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് എന്നെ അടിക്കാൻ കൽപ്പിക്കുന്നു. മുഖപക്ഷം. നോക്കണേ അവർ ചെയ്യുന്ന കാര്യം. ഇനി മറ്റ് 2 വേദഭാഗങ്ങൾ കൂടിയുണ്ട്.
ഈ 24-ാം അധ്യായത്തിൽ ഫെലിക്സ് പൗലോസിനെ ന്യായം വിധിച്ചിട്ട് എന്നിട്ട് അവിടെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി. യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണം എന്ന് വെച്ച് പൗലോസ് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പൗലോസ് വാസ്തവത്തിൽ ചെങ്ങലയ്ക്കോ മരണത്തിനോ ശിക്ഷയ്ക്കോ യോഗ്യമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ ഫെലിക്സ് തടവുകാരനായിട്ട് വിട്ടേച്ചു പോയി എന്നാണ്. നോക്കണേ, ഇത് എത്രയോ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി വിട്ടേച്ചു പോവുകയാണ്. പിന്നെ 25-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ 25-9 ഇതേ കാര്യം തന്നെ അവിടെ രേഖപ്പെടുന്നത്. ഫെസ്തോസ് ചെയ്യുന്ന ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഈ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലോസിനെ യെരുശലേമിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പൗലോസിനെ ഒടുക്കിക്കളയണം. നോക്കണേ, അപ്പോൾ യഹൂദന്മാരുടെ പ്രീതിക്ക് വേണ്ടി ഒരു മനുഷ്യനെ വിട്ടേച്ചു പോകുന്നു, തടവുകാരനായിട്ട് വിട്ടേച്ചു പോകുന്നു. യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ കൊല്ലാൻ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കുന്നു. ഇന്നും ഇതൊക്കെ തന്നെയല്ലേ പല സ്ഥലങ്ങളിലും നടക്കുന്നത്. പക്ഷഭേദം കാണിക്കുക, ന്യായത്തിന് കൂട്ടുനിൽക്കാതെ അന്യായത്തിന് കൂട്ടുനിൽക്കുക, പലരെയും കൊന്നുകളയേണ്ടതിനായിട്ട്, പലരെയും തടവിലാക്കേണ്ടതിനായിട്ട്, പലരെയും അപമാനിക്കേണ്ടതിനായിട്ട്, പലരെയും മുറിവേൽപ്പിക്കേണ്ടതിനായിട്ട്, പലരുടെയും ശുശ്രൂഷകളെ മുടക്കിക്കളയേണ്ടതിനായിട്ട്, പലരെയും ഇരുത്തിക്കളയേണ്ടതിനായിട്ട്. എത്ര ആളുകളാണ് അന്യായത്തിന് കൂട്ടുനിൽക്കുന്നത്, പക്ഷഭേദം കാണിക്കുന്നത്, പലരെയും പ്രീതിപ്പെടുത്തേണ്ടതിനായിട്ട് നിരപരാധികളെ ആളുകളെ ക്രൂശിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, ദൈവം പറയുകയാണ് നിങ്ങളെ ന്യായം വിധിക്കുമെന്ന്. മലാഖി പറയുന്നു അങ്ങനെയുള്ളവരെ ദൈവം നിന്ദിതരും നീചന്മാരുമാക്കും. ഇതൊരു ന്യായവിധിയുടെ കാര്യമാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ന്യായവിധി സംഭവിക്കാതിരിക്കാൻ പക്ഷഭേദം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷഭേദം കാണിക്കുന്നവരുടെ പക്ഷം പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ യോഗ്യമായി ജീവിക്കുക. കർത്താവേ, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നത്? ഞാൻ കർത്താവിൻ്റെ പക്ഷമാണ്. ദൈവഹിതമായത് മാത്രം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം എൻ്റെ ദൈവം മുഖപക്ഷം കാണിക്കുന്നവനോ കൈക്കൂലി വാങ്ങുന്നവനോ അന്യായം ചെയ്യുന്നവനോ അല്ല. ഞാനും അത് ചെയ്യുകയില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ യോഗ്യമായി ജീവിപ്പാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ പുണ്യനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ ലോകമാസകലം തീയാൽ വെന്തിടും നേരം ഞാനും പ്രേമകാന്തനുമായി വാനിൽ വാസം ചെയ്യുമേ. ഈ ലോകമാസകലം തീയാൽ വെന്തിടും നേരം ഞാനും പ്രേമകാന്തനുമായി വാനിൽ വാസം ചെയ്യുമേ. എത്ര ആനന്ദം ചിന്ത ചെയ്യുമ്പോൾ, എത്ര ആനന്ദം ചിന്ത ചെയ്യുമ്പോൾ. ഈ ലോകവാസം തീർന്നിടുവാൻ കാലമായല്ലോ, എന്റെ മേലോകവാസം അടുത്തി പ്രേമകാന്തനെ. ഈ ലോകവാസം തീർന്നിടുവാൻ കാലമായല്ലോ, എന്റെ മേലോകവാസം അടുത്തി പ്രേമകാന്തനെ.